Hello friends, welcome to Ajmal Solutions. Friends, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടോപ്പിക്കിലെ 10ാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, ഇന്ന് നമ്മൾ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. ഇല്ലാത്തവരത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, ഇത് കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ക്ലാസ് 9 പാർട്ട് 9 നമ്മൾ തന്ന ഹോംവർക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരുന്നു. അതായത് നമ്മൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിൽ ചെയ്തിരുന്നു. അതുകൊണ്ട് നിങ്ങളതെല്ലാവരും സോൾവ് ചെയ്തിട്ടുണ്ടാവും. പലരും ഈ ക്വസ്റ്റ്യനും സോൾവ് ചെയ്തിട്ടുണ്ട്. പല മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ പേഴ്സൺ സെൽസ് ഈസ് ടേബിൾ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 12.1/2% and the share at a loss of 8.1/3%. On the whole, he gains ₹25. On the other hand, if he sells the table at a loss of 8.1/3% and the share at a profit of 12.1/2%, then he neither gains nor loses. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു. നെയ്തർ ഗെയിൻസ് നോർ ലോസസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നാമത്തതിൻ്റെ പ്രോഫിറ്റ് ഈക്വൽ ടു രണ്ടാമത്തതിൻ്റെ ഗെയിൻ ആയിരിക്കും. അവിടെ നമ്മൾ കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ എടുക്കണം. എന്ത് ചെയ്താൽ മതി? നേരെ ക്രോസ് ചെയ്തിട്ട് അല്ലേ. അപ്പോൾ ഒന്നാമത്തതിൻ്റെ വാല്യൂ രണ്ടാമത്തതിനും രണ്ടാമത്തതിൻ്റെ വാല്യൂ ഒന്നാമത്തിനും കൊടുത്തു. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ എന്തായാലും അത് കാണണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എടുക്കുന്നത് രണ്ടാമത്തെ കേസ് എടുക്കും. എന്താണ്? നെയ്തർ ഗെയിൻസ് നോർ ലോസ്. എങ്ങനെയാണെന്ന സമയത്ത് ടേബിൾ 8.1/3% ലോസിനും അതേപോലെ ചെയർ 12.1/2% പ്രോഫിറ്റും വിൽക്കുന്ന സമയത്ത് നെയ്തർ ഗെയിൻസ് നോ ലോസ്, അതായത് നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെടുത്തു? ഇവിടെ ടേബിൾ, ചെയർ. ഓക്കെ, ടേബിൾ എത്ര പെർസെൻറ്റേജിനാണ് വിൽക്കുന്നത്? എ ലോസ് ഓഫ് 8.1/3%. 8.1/3%. 8.1/3% എന്ന് പറഞ്ഞാൽ എത്ര? 8.1/3 എന്ന് പറയുന്ന സമയത്ത് 8 × 3 24 + 1 25/3. അതേപോലെ ചെയർ നമ്മൾ 12.1/2% പ്രോഫിറ്റ് ആണ്. 12.1/2% എന്ന് പറഞ്ഞാൽ എന്താ? 12 × 2 + 1 എത്ര? 25/2%. ഓക്കെ, ഇത് രണ്ടും ആണ് നമ്മുടെ ലോസ് പെർസെൻറ്റേജും പ്രോഫിറ്റ് പെർസെൻറ്റേജും. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെ കോസ്റ്റ് പ്രൈസ്, സപ്പോസ് പിയും സിയും തന്നെ ആണെങ്കിൽ ഇതിന് രണ്ടിനെ കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ എന്താ വരാം? കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ടി എന്ന് പറയുമ്പോൾ എന്തെടുക്കും നമ്മൾ? 25/2 ബൈ സി എന്ന് പറയുന്നത് ഇതെടുക്കും 25/3 എടുക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ എന്ത് സംഭവിക്കും? 25ഉം ഈ 25ഉം ക്യാൻസൽ ആവും അല്ലേ. ഈ 3 എന്ത് വരും? നേരെ മുകളിൽ പോകും. അപ്പോൾ എന്ത് വരും? 3/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിളിൻ്റെയും ചെയറിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ 3/2 ആണ്. അപ്പോൾ നമ്മൾ സപ്പോസ് ടേബിൾ 3x ചെയർ എന്തെടുക്കും? 2x എടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും, ഇനി നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടി. നമുക്ക് നേരെ ഫസ്റ്റ് കണ്ടീഷൻ കൊടുക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞത്? ടേബിൾ 12.1/2% പ്രോഫിറ്റും ചെയർ 8.1/3% ലോസിനും വിൽക്കുകയാണെങ്കിൽ 25 രൂപ ലാഭം ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ടേബിളിൻ്റെ പ്രോഫിറ്റ് മൈനസ് ചെയറിൻ്റെ ലോസ് ആണെന്ത്? 25 അല്ലേ. പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ടേബിളിനാണ് പ്രോഫിറ്റ് ഉള്ളത്. അപ്പോൾ ടേബിളിൻ്റെ പ്രോഫിറ്റ് മൈനസ് ചെയറിൻ്റെ ലോസ് ആണെന്ത്? 25. അപ്പോൾ ടേബിളിൻ്റെ പ്രോഫിറ്റ് എങ്ങനെ കാണും? ടേബിളിൻ്റെ കോസ്റ്റ് പ്രൈസ് 3x ആണ്. എത്രയാണ് പ്രോഫിറ്റ്? 12.1/2%. 12.1/2%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എല്ലാവർക്കും അറിയാം, കാരണം എല്ലാവരും പെർസെൻറ്റേജ് പഠിച്ചതാണ്. ഏതാണ്? 1/8 മൈനസ് അല്ലേ, ലോസ് ആണ്, മൈനസ് ഇടുക. ചെയർ എത്രയാണ്? 8.1/3%. 8.1/3%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എത്ര? 16.2/3% എന്ന് പറഞ്ഞാൽ എത്ര? 1/6 അല്ലേ. 16.2/3% എന്ന് പറഞ്ഞാൽ 1/6 ആണ്. 8.1/3 എന്ന് പറഞ്ഞാൽ ഈ 16.2/3ൻ്റെ പകുതിയാണ്. അപ്പോൾ ഇത് 1/6 അല്ല, 1/6ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര? 1/12. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2x/1/12 ഈ സീക്വൽ എത്രയാണ്? 25. കഴിഞ്ഞു, നമ്മളിപ്പോൾ സോൾവ് ആയി. എന്താ ഇനി എന്ത് ചെയ്താൽ മതി? 8ഉം 12ഉം ഉണ്ടല്ലേ, അതിൻ്റെ LCM എത്ര? 24 അല്ലേ. 8 × 12 LCM 24 ആണ്. അത് 24 ആണ്. എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പം 3 × 3 × 3x എത്ര വരും? 9x മൈനസ് ഇത് 24 ആണെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2x × 2 4x ഈസ് ഈക്വൽ ടു ബൈ എന്തുണ്ടാവും? 24 ഉണ്ടാവും. ഈ 24 എങ്ങോട്ട് വന്നാൽ 24 × 25 ഈസ് ഈക്വൽ ടു എത്ര? 600. ഓക്കെ, അപ്പോൾ 9x മൈനസ് 4x എന്ന് പറഞ്ഞാൽ 5x ഈസ് ഈക്വൽ ടു 600 എന്ന് കിട്ടും. ഓക്കെ, അതിൽ നിന്ന് എക്സ് എന്ത് കിട്ടും? 120. നമുക്ക് എന്താ കണ്ടത്? ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ടേബിൾ.
ടേബിളിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ് 3x. അപ്പം ടേബിൾ ഈസ് ഈക്വൽ ടു 3 × 120 എത്ര 360 rupees. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താ, നമുക്ക് ഈ നെയ്തർ പ്രോഫിറ്റ് അല്ലെങ്കിൽ നെയ്തർ ഗെയിൻ നോർ ലോസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിൻ്റെയും പ്രോഫിറ്റ് പെർസെൻറ്റേജ് നേരെ തിരിച്ചിട്ടാൽ അതിൻ്റെ റേഷ്യോ ആയി, അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ ആയി. 25/3 ആണ് ഇവിടെ, 25/2 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും 25/2, ഇവിടെ 25/3. അത് രണ്ടിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് വരും 3/2. അപ്പോൾ ടേബിളിൻ്റെത് 3x ആണെങ്കിൽ ചെയറിൻ്റെ എത്രയാണ് 2x. അപ്പോൾ 3xൻ്റെ 12 നിന്ന് 2xൻ്റെ 8 1/3%. 8 1/3% ഇങ്ങനെ 1/12 എന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. കാരണം 16 2/3 എന്ന് പറഞ്ഞാൽ 1/6 ആണ് ഓൾറെഡി മൈൻഡിലുണ്ട്. ഓക്കെ, 8 1/3 എന്ന് പറയുന്നത് 16 2/3ൻ്റെ പകുതിയാണ്. അപ്പോൾ എന്താണ് 1/6ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ് 1/12. ഓക്കെ, അങ്ങനെയാണ് 8 1/3% 1/12 ആയത്. ഓക്കെ, ഈസ് ഈക്വൽ 25. എല്ലാം നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, 25/3 ആണ് 8 1/3%. പെർസെൻറ്റേജ് മാറ്റണമെങ്കിൽ by 100 വരും. അപ്പോൾ എന്ത് വരും 25/300 വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 1/12. ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, കാരണം നമുക്ക് 16 2/3 അറിയാം, അതിന് നേരെ പകുതിയാണ് 8 1/3. ഓക്കെ, ഇനി നമുക്കിത് സോൾവ് ചെയ്യാനുള്ളൂ. ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, LCM എടുക്കും അല്ലേ. 8ൻ്റെയും 12ൻ്റെയും LCM എത്ര? ഏതെങ്കിലും ഒരു കോമൺ മൾട്ടിപ്പിൾ LCM എടുത്താൽ 24 ആണ് അല്ലേ. അപ്പോൾ 8 24 ആണെങ്കിൽ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, × 3 ചെയ്യണം. അങ്ങനെയാണ് 3x × 3 9x ആയത്. പിന്നെ ഇവിടെ 12 24 ആണെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്തായി 2x × 2 4x. അങ്ങനെയാണ് 9x - 4x ആയത്. ഈസ് ഈക്വൽ ടു ഇവിടെ 25 ഉണ്ട്, അടിയിൽ എന്തുണ്ട് ഓൾ ഡിവൈഡ് ബൈ 24 ആണ് അല്ലേ. ഓൾ ഡിവൈഡ് ബൈ 24. ആ 24 എന്ത് ചെയ്തു നമ്മൾ 25 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എന്താ കിട്ടി 600. അപ്പോൾ 9x - 4x 600. ഓക്കെ, 5x ഈസ് ഈക്വൽ ടു 600, x ഈസ് ഈക്വൽ ടു 120. ഇനി എന്താ കാണേണ്ടത്, ചെയർ, സോറി ടേബിൾ. ടേബിളിൻ്റെ 3x ആണ്. ഈ ചെയർ ആണെങ്കിൽ 2x. എത്ര വരും 240. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്കിത് അലിഗേഷൻ വെച്ച് ചെയ്യാം. അലിഗേഷൻ വെച്ച് ചെയ്യുന്ന സമയത്ത് എന്താ വരാമെന്നറിയോ. ഫസ്റ്റ് കേസിൽ ടേബിൾ 12 1/2% പ്രോഫിറ്റ്, അപ്പോൾ 25/2. മറ്റേത് എത്രയാണ് 8 1/3% ലോസ് അല്ലേ. ഫസ്റ്റ് കേസാണ് പറയുന്നത് 8 1/3% ലോസ് എന്ന് പറയുന്ന സമയത്ത് 25 - 25/3. ഇനി ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ, കോസ്റ്റ് വൈസ് റേഷ്യോ എത്ര വരുന്നത് 3/2 അല്ലേ. 3/2, 3:2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ വാല്യൂ കാണാം. ഈ വാല്യൂ കാണാൻ എന്ത് ചെയ്യണം, ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത് ഡിവൈഡ് ബൈ 3 + 2. അപ്പോൾ നമുക്കൊരു പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്രൈസിൻ്റെ എത്രയാണോ പെർസെൻറ്റേജ്, അത്ര പെർസെൻറ്റേജ് ആണ് 25 എന്ന് കിട്ടും അല്ലേ. അങ്ങനെയല്ലേ വരാം. ടോട്ടൽ കോസ്റ്റ് പ്രൈസിൻ്റെ എത്രയോ ശതമാനമാണ് ഇത് എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് പ്രോഫിറ്റ് ആണ്, ടോട്ടൽ പ്രോഫിറ്റ്. അത് എത്ര ശതമാനമാണ് ഇവിടെ കിട്ടും. നമ്മൾ സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ. 75/2 ഇവിടെ എന്ത് വരും -50/3 വരും. ഇപ്പോൾ 6 LCM എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ അത്രയും ശതമാനം സീക്വൽ 25 കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് കിട്ടും അല്ലേ. ടോട്ടൽ ഇത് സീക്വൽ ടോട്ടൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എന്ത് വരും 3 × 25/2 എന്ന് പറഞ്ഞാൽ 75/2. ഇതെന്ത് വരും -25/3 × 2 എന്ന് പറഞ്ഞാൽ -50/2 ഡിവൈഡഡ് ബൈ 3 + 2 എത്ര 5. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, സോറി ഇവിടെ 3 ആണ്. ഓക്കെ, ഇത് നമ്മൾ 6 LCM എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 6 LCM എടുത്തു കഴിഞ്ഞാൽ 225 - 100, 125/30. ഇത്രയും പെർസെൻറ്റേജ് ഈക്വൽ ടു 25 കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് 25 ഇത് ക്യാൻസൽ ചെയ്ത് 5. അപ്പം 1% ഈക്വൽ ടു 30/5 6 കിട്ടും. 100% ഈക്വൽ ടു 600 കിട്ടും. നേരത്തെ പോലെ തന്നെ 100% 600 ആണ്. ക്ലിയർ ആണോ? 100% 600 ആണ്. അതായത് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് അല്ലെ. 100% പറഞ്ഞാൽ ഇത് മൊത്തം ഇത് രണ്ടും എന്തിൻ്റെ റേഷ്യോ ആണ്, കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ ടോട്ടൽ എത്ര യൂണിറ്റ് ഉണ്ട്, 5 യൂണിറ്റ്. അപ്പം 5 യൂണിറ്റ് ഈക്വൽ ടു 600. അപ്പോൾ 1 യൂണിറ്റ് ഈക്വൽ ടു 120, 3 യൂണിറ്റ് ഈക്വൽ ടു 360. ഓക്കെ, ഈ മെത്തേഡ് ചെയ്യണമെന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അലിഗേഷൻ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു തന്നാണ് കേട്ടോ. ഓക്കെ, ഈ മെത്തേഡ് വേണമെന്നില്ല. ഓക്കെ, ഇതിൽ നമ്മളെന്താ ചെയ്യുക, 25/2 - 25/3 രണ്ടിൻ്റെ റേഷ്യോ നമ്മൾ ആദ്യം ഇവിടുന്ന് കിട്ടണം നമുക്ക്. എങ്ങനെ, നെയ്തർ പ്രോഫിറ്റ് നോർ ലോസ് ആയതുകൊണ്ട് രണ്ടെണ്ണത്തിൻ്റെയും പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചിടും. ഓക്കെ, അങ്ങനെയാണ് 3:2 കിട്ടിയത്. ഇപ്പോൾ ഈ വാല്യൂ നമുക്ക് കിട്ടും എങ്ങനെ,
ഈ പ്രോഫിറ്റ് ഇൻറ്റു 3 പ്ലസ് മൈനസ് 25/3 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 3 പ്ലസ് 2. അപ്പോൾ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടും? എത്ര പെർസെൻറ്റേജ് എന്ന് കിട്ടും? കമ്പൈൻഡ് പ്രോഫിറ്റ് കിട്ടും. അത് എത്ര വാല്യൂ അതിൻ്റെ 25 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് വൈസ് കിട്ടും. അതിനെ 3:2 ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഈ മെത്തേഡാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. രണ്ട് മെത്തേഡും സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മെത്തേഡ് വെച്ചിട്ടും നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ന്യൂ ടൈപ്പ് എന്താണ്? A man sells an article at a profit of 10. A man sells an article at a profit of 10%. Okay, a percentage. If he had bought it at 10% less and sold it for ₹3 more, he would have gained 25%. അപ്പോൾ ഇത് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാം? രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യം നമ്മൾ CP SP. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം CP 100 ആയിട്ട് എടുക്കും. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ എന്താണ്? എ മാൻ സെൽസ് എൻ ആർട്ടിക്കിൾ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 10%. ഒരാൾ ഒരു വസ്തു 10% ലാഭത്തിൽ വിറ്റു. ഇനി ഒരു കണ്ടീഷൻ പറയാണ്, ഇഫ് ഹി ഹാഡ് ബോട്ട് ഇറ്റ് അറ്റ് 10% ലെസ്. അദ്ദേഹം 10% ലെസ്സിലാണ് വാങ്ങിയതെങ്കിൽ, അതായത് അയാൾ കോസ്റ്റ് പ്രൈസ് 10% കുറവാണെങ്കിൽ, ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ ₹3 മോർ, മാത്രമല്ല ആദ്യം വിറ്റതിനേക്കാൾ ₹3 കൂടുതൽ വിറ്റിരുന്നെങ്കിൽ, he would have gained 25%. അപ്പോൾ അയാൾക്ക് എത്ര ലാഭം കിട്ടും? 25% പ്രോഫിറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് CP, അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്ര? അപ്പോൾ നമുക്ക് അയാളെ കോസ്റ്റ് പ്രൈസ് അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്തെടുത്തു? കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? കാരണം അയാൾ ഫസ്റ്റ് വിറ്റത് 10% ലാഭത്തിനാണ്. അപ്പോൾ 100 CP ആണെങ്കിൽ 110 ആണെന്ത്? സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ നോക്കി. ഈ ഇയാൾ ബോട്ട് ഇറ്റ് അറ്റ് 10% ലെസ് അല്ലേ. അപ്പോൾ ആദ്യം ഇയാൾ 100 രൂപക്കാണ് വാങ്ങിയത്, അത് ഒരു 10% കുറവായിരുന്നെങ്കിൽ, അപ്പോൾ ന്യൂ CP എത്ര? 90 അല്ലേ. 100ന് 10% കുറഞ്ഞാൽ 90. ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ ₹3 മോർ. ഈ ടൈപ്പ് ക്വസ്റ്റനിൽ ഇത് നമ്മൾ എന്തെടുക്കും? ഇത് നമ്മൾ അവസാനം നോക്കിയാൽ മതി. ഓക്കെ, ഹി വുഡ് ഹാവ് ഗെയിൻ 25%. ഓക്കെ, ഹി വുഡ് ഹാവ് ഗെയിൻ 25%. അപ്പോൾ ഇയാൾക്ക് 25% ലാഭം കിട്ടും. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ഇയാളുടെ ലാഭം 25% ആണ്. അപ്പോൾ ഈ ലാഭം എന്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? CPയിലാണ്. CP എത്രയാണ്? 90 ആണ്. അപ്പോൾ 25% ലാഭം എന്ന് പറഞ്ഞാൽ 90ന് 25% എത്രയാണ്? 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 90ന് 1/4 പറഞ്ഞാൽ 22.5 ആണ്. അപ്പോൾ അത്ര ലാഭം കിട്ടും. അപ്പോൾ അയാൾ എത്രയൊക്കെ വെക്കാം? 90 പ്ലസ് 22.5, അതായത് 102.5. ഓക്കെ, അപ്പോൾ ഇതാണ് ഇയാളുടെ എന്ത്? ന്യൂ സെല്ലിംഗ് പ്രൈസ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ ₹3 മോർ എന്നാണ് പറഞ്ഞത്. അതായത് ആദ്യം വിറ്റതിനേക്കാൾ ₹3 കൂടുതൽ വിറ്റത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ എത്രയാണ് വിറ്റത്? 110 112.5 തമ്മിൽ ഡിഫറൻസ് പറഞ്ഞാൽ 2.5 യൂണിറ്റ് ആണ്. ഈ 2.5 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 3 എന്ന്. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ 100 ആപേക്ഷികമായിട്ട് എടുത്താണ്. അപ്പം ഇവിടെ നമുക്ക് 2.5 യൂണിറ്റ് ആണ് ഇവിടെയുള്ള സെല്ലിംഗ് പ്രൈസിൻ്റെ ഡിഫറൻസ്. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എത്രയാണ്? ₹3 അപ്പോൾ 2.5 യൂണിറ്റ് 3 ആണെങ്കിൽ നമ്മൾ എന്ത് കാണണം? നമ്മളെടുത്ത കോസ്റ്റ് പ്രൈസ് എത്ര യൂണിറ്റ് ആണ്? 100 യൂണിറ്റ്. അപ്പോൾ 100 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 2.5 ഇൻറ്റു എത്രയാണ്? 100. 2.5 ഇൻറ്റു എത്ര ചെയ്താൽ 100 കിട്ടുക? 40 അല്ലേ. 2.5 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 10 ആണ്. 2.5 ഇൻറ്റു 40 എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പം 3നെ ഏതുകൊണ്ട് ഗുണിച്ചാൽ മതി? 40 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്ര കിട്ടും? 120. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും. 2.5 യൂണിറ്റ് ആവശ്യമുണ്ടോ? 3. അപ്പോൾ ഒരു വരും 3/2.5. 100 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 3/2.5 ഇൻറ്റു 100. ഓക്കെ, ക്യാൻസൽ ചെയ്താൽ 40 ടൈംസ് 40 ഇൻറ്റു 3. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞിരുന്നു, ചില പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, അല്ല പ്രോഫിറ്റ് ലോസിൻ്റെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഇതും തമ്മിൽ എന്താ ബന്ധം ഉണ്ടോ നോക്കാം. ഇതും തമ്മിലുള്ള ബന്ധം തന്നെ ആയിരിക്കും ഈ രണ്ട് പേര് തമ്മിലുള്ള ബന്ധം. ഓക്കെ, അതേപോലെ ഇതും തമ്മിലുള്ള ബന്ധമായിരിക്കും ഈ രണ്ട് പേരും തമ്മിലുള്ള ബന്ധം. ഇവിടെ നമുക്ക് 2.5ഉം 3 എന്ന് പറഞ്ഞാൽ 5:6 എന്ന റേഷ്യോയിലല്ലേ. 0.5 കൊണ്ട് നോക്കിയാൽ 5:6. അപ്പോൾ ഇതും എന്തായിരിക്കും? 5:6 ആയിരിക്കും. അതിൽ 5 യൂണിറ്റ് 100 ആണെങ്കിൽ 6 യൂണിറ്റ് എന്തായിരിക്കും? 120. അല്ലെങ്കിൽ ഇതേ ഇൻറ്റു 40 ആണ് 100. അപ്പോൾ ഇതേ ഇൻറ്റു 40 ആയിരിക്കും. ക്ലിയർ? ഓക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെ വേണം ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. 2.5 = 3, 1 യൂണിറ്റ് = 3/2.5, 100 യൂണിറ്റ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്താ നമ്മൾ ചെയ്തത്? ആദ്യം 100 യൂണിറ്റ് എടുത്തു. അപ്പോൾ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 110 ആണ്. പിന്നെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് കോസ്റ്റ് പ്രൈസ് ഒരു 10% കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എത്ര? ന്യൂ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 90 ആണ്.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് അവിടെ 25% ലാഭം കിട്ടുന്നുണ്ട്. അപ്പം ന്യൂ എസ് പി എന്ന് പറയുന്നത് 112.5 ആണ്. ഇനി ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ പറഞ്ഞ കണ്ടീഷൻ എന്താണ്, സെല്ലിംഗ് പ്രൈസ് 3 രൂപ കൂടിയാൽ എന്നാണ്. ഇവിടെ സെല്ലിംഗ് പ്രൈസ് കൂടിയത് 2.5 യൂണിറ്റ് ആണ്, അതിൻ്റെ വാല്യൂ 3 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100 യൂണിറ്റ് ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ സാധാരണ നമുക്ക് SP/CP റേഷ്യോ എടുത്തിട്ട് ചെയ്യാം. അതായത് ന്യൂ SP/CP റേഷ്യോ. ഇവിടെ നമുക്ക് 25% ലാഭം കിട്ടുന്നുണ്ട്. 25% ലാഭം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും SP, എത്രയായിരിക്കും CP? എത്രയായിരിക്കും SP? 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ SP എന്താണ് 5 ആണ്, CP എന്താണ് 4 ആണ്. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ CP എടുക്കുന്നത് 100x ആണ്. ഓക്കെ, CP എടുക്കുന്നത് 100x ആണ്. CP നമ്മൾ 100x ആയിട്ട് എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, 100x if we had bought it at 10% x അല്ലേ, അപ്പോൾ ഇവിടെ ന്യൂ CP എന്താ വരാം 90x. ന്യൂ SP എന്താ വരാം, ആദ്യം നമ്മൾ 100x ആണ് CP, 10% ലാഭം എന്ന് പറയുമ്പോൾ ന്യൂ SP എത്രയാണ് 110. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിനോട് 3 കൂട്ടണം. ക്ലിയർ അല്ലേ? SP/CP. ഓക്കെ, 25% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 5ഉം 4ഉം വരും. ഇവിടെ നമ്മൾ CP 100x ആയിട്ട് എടുത്തു. അപ്പോൾ ഫസ്റ്റത്തെ SP എന്ന് പറയുന്നത് 110x, നമ്മുടെ ന്യൂ CP എന്ന് പറയുന്നത് 90x ആണ്. ഓക്കെ, CP 90x. നമുക്കിത് രണ്ടും എന്താണ്, ഫൈനൽ SPയും ഫൈനൽ CPയും ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 110x ആയിരുന്നു ആദ്യ SP, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ 3 കൂടി കൂട്ടി. ഓക്കെ, ഇത് ക്രോസ് ചെയ്താൽ മതി. എന്ത് കിട്ടും, 450x is equal to 410x plus 12. ഓക്കെ, ഇതിനൊന്ന് കിട്ടും 10x is equal to 12 കിട്ടും, 100x is equal to 120 കിട്ടും. ഇത് വേറൊരു മെത്തേഡാണ്, ജസ്റ്റ് നമ്മൾ SP/CP ചെയ്തു. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ കംഫർട്ടായി തോന്നുന്നത് അത് ഫോളോ ചെയ്യാം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്, ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, ഇവിടെ നമ്മൾ 100x എടുത്തു. ഇപ്പോൾ ന്യൂ SP/CP. CP എന്ന് പറഞ്ഞാൽ 90x ആണ്, SP എന്ന് പറഞ്ഞാൽ 110x ആദ്യത്തെ SP പ്ലസ് 3 ആണ് ന്യൂ SP. ഓക്കെ, ഇത് ക്രോസ് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ 10x 12 കിട്ടി. നമുക്ക് എന്താ കണ്ടത്, CP ആണ്. CP എത്രയാണ് 100x ആണ്. അപ്പോൾ 10x 12 ആണെങ്കിൽ 100x എന്തായിരിക്കും 120 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യില്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കാണ്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ, a man buys an article and sold it at a profit of 20%. If he bought it at 20% less and sold it for 75 less, he would have gained 25%. ഓക്കെ, ഇവിടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ മോർ ആണ്, ഇവിടെ ലെസ് ആണ്, ആ ഡിഫറൻസ് ഉള്ളൂ അല്ലേ? എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. സപ്പോസ് CP 100 ആണ്, ഇനി എന്ത് ചെയ്തത്, അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20. അപ്പോൾ ഇത് നോക്കി. ഓക്കെ, ഇത് CP, ഇത് SP. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇഫ് ഈ ബോട്ട് ഇറ്റ് അറ്റ് 20% ലെസ് അല്ലേ, അപ്പോൾ 100ൻ്റെ 20% ലെസ് എന്ന് പറഞ്ഞാൽ 80. അതാണ് ന്യൂ CP. ഹി വുഡ് ഹാവ് ഗെയിൻഡ് 25%. അപ്പം 25% എന്ന് പറഞ്ഞാൽ ലാഭം കിട്ടണം. 80ൻ്റെ 25% ആണ് അത്ര 1/4. 80ൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ എത്രയ്ക്ക് വിൽക്കണം, 100 രൂപ വിൽക്കണം അല്ലേ? 80ൻ്റെ 25% പറഞ്ഞാൽ 80ൻ്റെ 1/4 20 രൂപയാണ് പ്രോഫിറ്റ്. 80 + 20 100 ആണ് ന്യൂ സെല്ലിംഗ് പ്രൈസ്. ഇത് എത്ര കുറവാണ്, 20 യൂണിറ്റ് കുറവാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എത്രയാണ്, 75 രൂപയാണ്. 20 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 75 രൂപയാണ്. നമുക്ക് എന്താ കണ്ടത്, CP എത്ര യൂണിറ്റ് ആണ്, 100 യൂണിറ്റ് ആണ്. 20 100 ആണ്, എത്ര കൊണ്ട് വിളിക്കണം, 5 കൊണ്ട്. അപ്പോൾ 75 × 5 എത്ര, 375. കഴിഞ്ഞു, ഇത്ര ഉള്ളൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ചോദിക്കട്ടോ, എല്ലാവരും മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, സിമ്പിളാണ്, ഒന്നുമില്ല. ഇവിടെ നേരത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ലെസ് ആയി എന്നേ ഉള്ളൂ. നേരത്തെ മോർ ആയിരുന്നു, ഇവിടെ ലെസ് ആയി, വലിയ വ്യത്യാസമൊന്നുമില്ല. സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനോ, എ ഡീലർ സോൾഡ് എ റേഡിയോ അറ്റ് എ ലോസ് ഓഫ് 2.5%. ഹാഡ് he sold it for ₹100 more, he would have gained 7.5. For what value should he sell in order to gain 12.5? അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചൊന്ന് സോൾവ് ചെയ്യും. ഓക്കെ, സോൾവ് ചെയ്തിട്ടാണ് വിശ്വസിക്കാണ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഞാൻ ഇപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ കൂടെ കിട്ടപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞ ക്വസ്റ്റ്യൻ തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഇതിൻ്റെ മുന്നേ സോൾവ് ചെയ്തതാണ് അല്ലേ? അത് നമ്മൾ 2.5% ലോസിന് വിറ്റു, പിന്നെ നമുക്ക് ഈ 7.5% ലാഭം കിട്ടി, 100 കൂട്ടി വിറ്റപ്പോൾ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓർമ്മയില്ലേ?
അതായത് -2.5% ലോസ് എന്ന് പറഞ്ഞാൽ -2.5%, 7.5% ഗെയിൻ എന്ന് പറഞ്ഞാൽ +7.5%. അപ്പോൾ ഇത് രണ്ടിലും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10% ആണ്. അതിൻ്റെ വാല്യൂ ആണ് 100. ഓർമ്മ ഉണ്ടാവും അല്ലേ? ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് തന്നെ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, 97.5%-നാണ് ആദ്യം വിറ്റത്, 107.5%-നാണ് പിന്നെ വിറ്റത്. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് പറഞ്ഞാൽ 10% ഓഫ് CP ആണ്. അതിൻ്റെ വാല്യൂ 100 ആണ്. നമ്മളോട് എന്താ ചോദിച്ചത്? ഫോർ വാട്ട് വാല്യൂ ഷുഡ് ഹി സെൽ ഇറ്റ് ഇൻ ഓർഡർ ടു ഗെയിൻ 12.5% എന്നല്ലേ? 10% 100 ആണ്. അങ്ങനെയാണെങ്കിൽ 112.5% എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? 12% ഗെയിൻ എന്ന് പറഞ്ഞാൽ 112.5% എത്രയാണ്? 10% 100 അല്ലേ? അതായത് 10 എത്ര കൊണ്ട് ഗുണിച്ചതാണ്? 10 കൊണ്ട് ഗുണിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു 10 എത്ര വരും? 1125. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ കൂടെ ഇട്ടപ്പോൾ കൺഫ്യൂഷൻ വരരുത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഇതിന് മുന്നേ ഒരു ടൈപ്പിൽ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു അല്ലേ? ക്ലിയർ അല്ലേ? ആദ്യം 2.5% ലോസിന് വിറ്റു, 100 രൂപ കൂട്ടിയപ്പോൾ 7.5% ലാഭമായി. ഇപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറൻസ് പറഞ്ഞാൽ 10%. എന്തുകൊണ്ടാണ് 10% വരുന്നത്? ഇവിടെ ലോസ് ഓഫ് 2.5, അതായത് -2.5 ആണ്, ഇവിടെ +7.5 ആണ്. ആ ഡിഫറൻസ് അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? 2.5% ലോസ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 97.5% ഓഫ് കോസ്റ്റ് പ്രൈസ്. 7.5% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 107.5% ഓഫ് കോസ്റ്റ് പ്രൈസ്. അത് രണ്ടിലും തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10% ഓഫ് കോസ്റ്റ് പ്രൈസ്. അത് എത്രയാണ്? 100 ആണ്. ഇനി എന്താ കണ്ടത്? 12.5% ലാഭം കിട്ടണം. അങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 112.5% ആയിരിക്കും അല്ലേ? 10% 100 ആണ്. അത് എത്ര കൊണ്ട് ഗുണിച്ചാണ്? 10 കൊണ്ട്. അപ്പം 112.5% എത്രയായിരിക്കും? അതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ 0.5 ഉള്ളതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ ഈ പോയിന്റ് പോകും. അപ്പം എന്ത് വരും? 1125. ക്ലിയർ അല്ലേ? ഓക്കെ. A horse worth ₹9,000 is sold by A to B at a 10% loss. B sells the horse back to A at a 10% gain. Find profit or loss of A. Okay. അപ്പോൾ A, B രണ്ടുപേരുണ്ട്. ഓക്കെ, A 9,000 രൂപ വിലയുള്ള ഒരു ഹോഴ്സ് 10% നഷ്ടത്തിൽ ബിക്ക് കൊടുത്തു. ബി എന്ത് ചെയ്തു? സെയിൽസ് ദ ഹോഴ്സ് ബാക്ക് ടു എ അറ്റ് 10% ഗെയിൻ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ. എത്ര രൂപയാണ് എക്ക് പ്രോഫിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നഷ്ടം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഇപ്പം എക്ക് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, എക്ക് പ്രോഫിറ്റും ബിക്ക് ലോസാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എക്ക് എത്ര രൂപയാണോ പ്രോഫിറ്റ് ഉണ്ടായത് അതേ എമൗണ്ട് ആയിരിക്കില്ലേ ബിൻ്റെ ലോസും. അതായത് പ്രോഫിറ്റ് ഓഫ് എ, അല്ലെങ്കിൽ രണ്ടാളുണ്ടെങ്കിൽ ഒരാളെ പ്രോഫിറ്റ് ഈക്വൽ ടു രണ്ടാമത്തെ ആൾ എന്തായിരിക്കും? ലോസ് ഓഫ് ബി. രണ്ടാമത്തെ ആൾ ലോസിനും ഈക്വൽ ആയിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. പ്രോഫിറ്റ് ഓഫ് എ, ഒന്നാമത്തെ ആളെ പ്രോഫിറ്റും രണ്ടാമത്തെ ആളെ ലോസും സെയിം ആയിരിക്കില്ലേ? സെയിം എമൗണ്ട് ആയിരിക്കില്ല. അപ്പോൾ ഞാൻ പറയുകയാണ് ഇയാൾക്ക് 360 രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബിക്ക് 360 രൂപ നഷ്ടമാണെന്നാണ് ക്വസ്റ്റ്യൻ. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കുന്നത്, അപ്പോൾ ഇവിടെ ഇപ്പം ബിക്ക് നോക്കി എ ടു ബി 10% നഷ്ടത്തിലാണ് വിറ്റത്. ബി സെൽസ് ദ ഹോഴ്സ് ബാക്ക് ടു എ അറ്റ് 10% ഗെയിൻ ആണ്. അപ്പം ബിക്ക് ലാഭമാണ് ഉണ്ടായത് അല്ലേ? ബിക്ക് ലാഭമാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ബീൻ്റെ ലാഭം എത്ര എന്ന് കണ്ടാൽ മതി. അതന്നെ ആയിരിക്കും എന്ത്? എൻ്റെ ലോസ്. ക്ലിയർ അല്ലേ? ഇവിടെ ബി നോക്കുക, എ ഏതൊരു വസ്തു ബിക്ക് എത്ര ശതമാനത്തിന് വിറ്റു, അതാണ് ബീൻ്റെ കോസ്റ്റ് പ്രൈസ്. എന്നിട്ട് ബി എന്ത് ചെയ്തു? അതിന് എത്ര ശതമാനം പ്രോഫിറ്റിന് വിറ്റു. അപ്പോൾ ഫൈനലി ബിക്ക് എന്താ ഉണ്ടായത്? പ്രോഫിറ്റാണ് ഉണ്ടായത് അല്ലേ? അപ്പം ബീൻ്റെ പ്രോഫിറ്റ് ആയിരിക്കും എൻ്റെ ലോസ്. ബിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാവും നോക്കിയാൽ പറയാം. നോക്കുക, ബിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്? അതിന് ആദ്യം ബീൻ്റെ CP എത്ര ആയിരിക്കും? 9,000 രൂപേൻ്റെ വസ്തു ആദ്യം 10% നഷ്ടത്തിന് വിറ്റു. അപ്പോൾ 90%-നാണ് ബിക്ക് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബീൻ്റെ കോസ്റ്റ് പ്രൈസ്. ഇതിൻ്റെ എത്ര ശതമാനമാണ് ബിക്ക് ലാഭം? 10%. 10% എന്ന് പറഞ്ഞാൽ 1/10. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ബീൻ്റെ പ്രോഫിറ്റ് അല്ലേ? ഇതാണ് ബീൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ക്യാൻസൽ ചെയ്തു. 90 × 9 810. ഇത്രയും രൂപയാണ് ബീൻ്റെ പ്രോഫിറ്റ്. അതാണെന്ത്? എൻ്റെ ലോസ്. ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മളിവിടെ ബിക്ക് 10% ഗെയിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബീൻ്റെ പ്രോഫിറ്റ് എത്രയാണോ എമൗണ്ട് അതായിരിക്കും എൻ്റെ ലോസ്. ഓക്കെ,
എന്ന് ചെയ്താൽ മതി ഈ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ നോക്കും. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓർ ലോസ് പെർസെൻറ്റേജ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ഇപ്പം ലോസ് പെർസെൻറ്റേജ് ഓഫ് എ ആണ് കാണുന്നതെങ്കിൽ എൻ്റെ ലോസ് 810 ആണ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 9000 ആണ്. അതേസമയം പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇവിടെ 10% തന്നിട്ടുണ്ട്. അല്ലെങ്കിലോ ഇനി രണ്ടാമത്തെ ആളാണ് കാണുന്നത്, അതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യണം? അവർക്ക് എത്രയാണോ രൂപ പ്രോഫിറ്റ് കിട്ടിയത് ഡിവൈഡഡ് ബൈ അവരുടെ കോസ്റ്റ് പ്രൈസ്. അവരുടെ കോസ്റ്റ് പ്രൈസ് ആണ് ഏതാ? എൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ് ബീൻ്റെ കോസ്റ്റ് പ്രൈസ്. അതായത് 9000ൻ്റെ 90%, അതായത് 8100 രൂപയാണ് ബീൻ്റെ കോസ്റ്റ് പ്രൈസ്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ദിവസം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. A horse worth rupees 9000 is sold by A to B at 10% gain. ഇവിടെ നമ്മൾ ബിക്ക് വിറ്റത് 10% പ്രോഫിറ്റിലാണ്. B sells the horse back to A to 10% loss. 10% loss. Find profit or loss percentage of A. അപ്പോൾ ഇവിടെ എക്ക് പിന്നെ ലോസ് പെർസെൻറ്റേജ് ആണോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ മനസ്സിലാവും? ഇവിടെ നോക്ക്, ബിക്ക് എന്താ സംഭവിച്ചത്? 10% നഷ്ടം. അപ്പോൾ ബിക്ക് നഷ്ടമാണ്, എക്ക് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ ബീൻ്റെ നഷ്ടം എത്രയാണെന്ന് കണ്ടാൽ മതി അല്ലേ? ബീൻ്റെ നഷ്ടം എത്രയാണെന്ന് കാണാം, അതായിരിക്കും എൻ്റെ പ്രോഫിറ്റ്. ശേഷം നമ്മൾ എന്ത് കാണണം? പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പ്രോഫിറ്റ് കാണാം. എങ്ങനെ പ്രോഫിറ്റ് കാണാം? ബീൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ബീൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ, അതായത് ബി എത്ര രൂപക്കാണ് വാങ്ങിയത്, അത് എൻ്റെ എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും അല്ലേ? അപ്പോൾ എൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 9000ൻ്റെ 10% ഗെയിൻ എന്ന് പറഞ്ഞാൽ 110/100. ഇതാണ് എന്ത്? ബീൻ്റെ കോസ്റ്റ് പ്രൈസ്. ഇതിൻ്റെ എത്ര ശതമാനമാണ് നഷ്ടം? 10%. 10% എന്ന് പറഞ്ഞാൽ 10/100. ഇതാണെന്ത്? ബീൻ്റെ ലോസ്. ഓക്കെ, ബീൻ്റെ ലോസ്. ഇതാണെന്ത്? എൻ്റെ പ്രോഫിറ്റ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ബീൻ്റെ ലോസ് ആയിരിക്കും എൻ്റെ പ്രോഫിറ്റ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2 0 2 0 1 2 3 4 0 ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ 90 × 11 എത്ര? 990 റുപ്പീസ്. ഇതാണ് ബീൻ്റെ ലോസ്, അത് തന്നെയാണ് എൻ്റെ പ്രോഫിറ്റ്. ഇപ്പോൾ പ്രോഫിറ്റ് എത്ര കിട്ടി നമുക്ക്? 990 റുപ്പീസ്. പക്ഷേ പ്രോഫിറ്റ് അല്ല ചോദിച്ചത്. എന്താ ചോദിച്ചത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ബൈ CP × 100. പ്രോഫിറ്റ് 990 ആണ്. എത്രയാണ് CP? എൻ്റെ CP എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9000 ആണ് × 100. ഓക്കെ, 3 0 ക്യാൻസൽ ചെയ്തു. 99/9 എന്ന് പറഞ്ഞാൽ 11% ആണ് എൻ്റെ പ്രോഫിറ്റ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ലോസ് നമുക്ക് ബി തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ബിക്ക് ലോസ് ആണ്, അപ്പോൾ എക്ക് എന്താണ്? പ്രോഫിറ്റ് ആണ്. മനസ്സിലായി? ഇപ്പോൾ നമ്മൾ ബീൻ്റെ ലോസ് കണ്ടു. ബീൻ്റെ ലോസ് എന്ന് പറഞ്ഞാൽ ബീൻ്റെ സെല്ലിംഗ് പ്രൈസ് ഇതാണ്, ബീൻ്റെ കോസ്റ്റ് പ്രൈസ് ഇതാണ്, അതിൻ്റെ 10%. ഓക്കെ, അപ്പോൾ ബീൻ്റെ ലോസും എൻ്റെ പ്രോഫിറ്റും എന്താണ്? സെയിം ആണ്. പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നിങ്ങൾ തന്നെ പോസ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാം. ചെയ്തില്ലേ? ഓക്കെ. A horse worth rupees 4000 is sold by A to B at a 10% gain. ഓക്കെ, എന് ബിയിലേക്ക് 10% പ്രോഫിറ്റ്. ബി സെൽസ് ദ ഹോഴ്സ് ബാക്ക് ടു എ at 20% ഗെയിൻ. ബി എന്ത് ചെയ്തു? 20% ഗെയിൻ. അപ്പോൾ ഇവിടെ ആർക്കാണ് പ്രോഫിറ്റ്? നിങ്ങൾ ഇത് മാത്രം ആലോചിച്ചാൽ മതി. തിരിച്ച് വിൽക്കുന്ന സമയത്ത് ബിക്ക് എന്താ ഉള്ളത്? ഗെയിൻ ആണ്. അതിൻ്റെ അർത്ഥം ബിക്ക് പ്രോഫിറ്റ് ആണ്, അപ്പോൾ എക്ക് എന്താണ്? ലോസ് ആണ്. ക്ലിയർ അല്ലേ? എക്ക് ലോസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ബീൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് കാണണം, അതായിരിക്കും എൻ്റെ ലോസ്. അതിനുശേഷം ലോസ് പെർസെൻറ്റേജ് ആണ്. ഓക്കെ, എത്രയായിരിക്കും ബീൻ്റെ ലോസ്? ബീൻ്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും? ബീൻ്റെ സെല്ലിംഗ് പ്രൈസ് ആദ്യം കാണണം. എത്രയാണ് ബീൻ്റെ സെല്ലിംഗ് പ്രൈസ്? ബീൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? അതായത് എ എത്ര രൂപക്കാണോ ബിക്ക് കൊടുത്തത്, അതാണ് ബീൻ്റെ കോസ്റ്റ് പ്രൈസ്. ക്ലിയർ അല്ലേ? എ എത്ര രൂപക്കാണോ ബിക്ക് കൊടുത്തത്, ഇപ്പോൾ 4000 10% ലാഭത്തിന് കൊടുത്തു, അപ്പോൾ 4000ൻ്റെ 110%. ഇതാണ് ബീൻ്റെ കോസ്റ്റ് പ്രൈസ്. അതിൻ്റെ 20% ആണ് ബീൻ്റെ പ്രോഫിറ്റ്. 20% എന്ന് പറയുന്ന സമയത്ത് എത്ര വരും? 20/100. ഓക്കെ, ഈ 2 0 ക്യാൻസലായി. 1 2 3 4. അപ്പോൾ എത്ര വരും? 40 × 11 × 2. 2 × 11 എന്ന് പറഞ്ഞാൽ 22. 22 × 40 എന്ന് പറഞ്ഞാൽ എത്ര വരും? 880 റുപ്പീസ് ആണ് ബീൻ്റെ പ്രോഫിറ്റ്. അതായിരിക്കും എൻ്റെ എന്ത്? ലോസ്. അപ്പോൾ എൻ്റെ ലോസ് പെർസെൻറ്റേജ് എങ്ങനെ കാണും? ലോസ് ബൈ CP എത്രയാണ്? 4000 × 100. 3 0 പോയി. 88/4 22% ആണ് എന്ത്?
എന്റെ ലോസ് പെർസെൻറ്റേജ്. ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ. നമ്മളിത് രണ്ടാമത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ബിക്ക് എന്താണോ നോക്കിയാൽ മതി. പ്രോഫിറ്റ് ആണെങ്കിൽ എക്ക് എന്തായിരിക്കും? ലോസ് ആയിരിക്കും. ബിക്ക് എത്ര രൂപയാണോ പ്രോഫിറ്റ് അതായിരിക്കും എൻ്റെ ലോസ്. ശേഷം നമ്മൾ ലോസ് പെർസെൻറ്റേജ് കാണണം. ലോസ് പെർസെൻറ്റേജ് ലോസ് ബൈ സി പി ആണ്. എൻ്റെ സി പി എത്രയാണ്? 4000. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇതൊരു മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ബേസിക് മെത്തേഡ്, രണ്ട് അലിഗേഷൻ. നോക്കാം. A man purchases 5 horses and 10 cows for rupees 10,000. He sells the horses at a 15% profit and cows at 10% loss. Thus, he gets rupees 375 as profit. Find the cost price of one horse. 5 horse ഉണ്ട്, 10 cow ഉണ്ട്. ടോട്ടൽ 10,000 രൂപയാണ്. ഹോഴ്സ് 15% ലാഭത്തിനും കൗവിന് 10% ലോസിനും വിറ്റു. അങ്ങനെ ടോട്ടൽ 375 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു ഹോഴ്സിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര? അപ്പോൾ നമുക്കിവിടെ ചോദിച്ചത് എന്ത് കാണാനാണ് ചോദിച്ചത്? ഹോഴ്സിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ നമ്മൾ ഹോഴ്സിന് എന്ത് കൊടുത്തു? എക്സ് എന്ന് കൊടുത്തു. ബേസിക് മെത്തേഡാണ്. എക്സ് എന്ന് കൊടുത്തു. എക്സ് എന്ന് കൊടുക്കുന്ന സമയത്ത് ടോട്ടൽ എത്രയാണ്? 5 ഹോഴ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ സി പി എത്രയാണ്? 5x. ഓക്കെ, 5x. ഇനി നോക്കാം. ഹി സെയിൽസ് ദ ഹോഴ്സസ് അറ്റ് 15% പ്രോഫിറ്റ്. അപ്പോൾ ഇതിന് 15% പ്രോഫിറ്റ് ഉണ്ട്. പ്ലസ് ഇനി 5x ആണ് അല്ലേ? ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 ഹോഴ്സ് പ്ലസ് 10 കൗവിൻ്റെ വാല്യൂ 10,000. 5 ഹോഴ്സ് പ്ലസ് 10 കൗ ആണ് 10,000. ഓക്കെ, അപ്പം 5 ഹോഴ്സിൻ്റെ വില 5x ആണ്. അങ്ങനെയാണെങ്കിൽ 10 കൗവിനെ നമുക്ക് എന്ത് ചെയ്താം? 10,000 മൈനസ് 5x എഴുതി കൂടെ എഴുതാം. 10,000 മൈനസ് 5x അല്ലേ? ഇവിടെ എച്ചിന് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ 10 കൗ എന്ന് പറഞ്ഞാൽ 10,000 മൈനസ് 5x. അതിന് എത്ര ശതമാനമാണ് അതിൻ്റെ ലോസ് എന്ന് പറയുന്നത്? 10% ലോസാണ്. അപ്പോൾ ഇവിടെ പ്ലസ് അല്ലേ വരിക, എന്താ വരിക? മൈനസ് അല്ലേ? 10% ലോസാണ്. ഇതിൻ്റെ വാല്യൂ ആണ് എന്ത്? 375. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ക്ലിയർ ആണോ? അല്ലേ? ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ഹോഴ്സിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റ്, ഇത് കൗവിൽ നിന്നുള്ള ടോട്ടൽ ലോസ്. അതിന് രണ്ടിനും ഡിഫറൻസ് ആണ് 375. ഇത് സോൾവ് ചെയ്താൽ എന്ത് വരും? ഈ 100ഉം ഈ 100ഉം നമ്മൾ ഇങ്ങോട്ട് പോയാൽ എന്ത് വരും? 37500. അപ്പോൾ ഇവിടെ എന്ത് വരും? 5x × 50 എന്ന് പറഞ്ഞാൽ 75x മൈനസ് ഇവിടെ എന്ത് വരും? 37500 അല്ലേ? ഇത് 100 100 സെയിം ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ ഓൾ ഡിവൈഡ് ബൈ 100 എന്ന് എഴുതാം. ആ 100 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്ത് വരും? 375 × 100. അപ്പോൾ 37500 വരും. ഇനി എന്ത് വരും? ഇവിടെ 10,000 × 10 എന്ന് പറഞ്ഞാൽ എത്ര? 1 lakh. മൈനസ് 5x × 10 എന്ന് പറഞ്ഞാൽ 50x. അപ്പോൾ 75x മൈനസ് 50x എന്ന് പറഞ്ഞാൽ 25x. ഇവിടെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ? ഇവിടെ മൈനസ് 50x കിട്ടിയില്ലേ? ഇവിടെ മൈനസ് ആണ്. ഇവിടെ പുറത്തും എന്താണ്? മൈനസ് ആണ്. അപ്പോൾ ഇതെന്താവും? പ്ലസ് ആവും അല്ലേ? മൈനസ് ഓഫ് മൈനസ് 5x × 10 ആണ്. അപ്പോൾ എന്ത് വരും? പ്ലസ് 5x × 10 50x വരും. അപ്പോൾ എന്ത് വരും? 75x പ്ലസ് 50x എത്ര വരും? 125x is equal to 1 lakh ഇങ്ങോട്ട് എന്ത് വരും? 1,37,500. ഇതിന് എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ കിട്ടും എത്ര? 125 വെച്ച് ക്യാൻസൽ ചെയ്താൽ 1 ടൈംസ് ബാക്കി എത്ര ഉണ്ടാവും? 125. 1 ടൈംസ് 00. അപ്പോൾ എത്ര വരും? 1100. ജസ്റ്റ് ക്യാൻസൽ ചെയ്താൽ മതി. 1375 നമുക്ക് 125 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ആദ്യം 25 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ ആദ്യം 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എന്താണ് 125 വെച്ച് ക്യാൻസൽ ചെയ്യാം. കാരണം 11 × 125 ആണ് 1375. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വില കിട്ടി 1100. എക്സ് ആണ് നമുക്ക് കാണേണ്ടത് ഹോഴ്സിലെ. നമ്മൾ ഹോഴ്സിനാണ് എന്ത് കൊടുത്തത്? എക്സിന് കൊടുത്തത്. അപ്പോൾ ഹോഴ്സിൻ്റെ വാല്യൂ എത്താണ്? ഒരു ഹോഴ്സിൻ്റെ കോസ്റ്റ് പ്രൈസ് 1100. ഇത് നമ്മുടെ ബേസിക് മെത്തേഡ്. ഓക്കെ, 5x ടോട്ടൽ ഹോഴ്സ് ആണ്, അതിൻ്റെ 15% ലാഭം. അപ്പം 5x ഇവിടെ നമ്മൾ 10 കൗ എന്ന് പറഞ്ഞാൽ 10,000 മൈനസ് 5 ഹോഴ്സ് അല്ലേ? അപ്പോൾ 10,000 മൈനസ് 5 ഹോഴ്സിൻ്റെ വില 5x ആണെങ്കിൽ 10,000 മൈനസ് 5x ആണ് 10 കൗവിൻ്റെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ്. അതിൻ്റെ 10% നഷ്ടമാണ്. അപ്പോൾ ഇവിടെ മൈനസ് ഇട്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ ഗുണിക്കുന്ന സമയത്ത് മൈനസ് 5x ഈ മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് 50x ആണ് വരാമെന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ അലിഗേഷൻ വെച്ച് ചെയ്താൽ വരും. അലിഗേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇത് മെത്തേഡ് 1 ആണ്, മെത്തേഡ് 2 അലിഗേഷൻ.
എന്താണ് അലിഗേഷൻ വരാം? ആദ്യം he sells horse at 15% profit and cows at 10% loss. Thus he gets 375 rupees as profit. ഓക്കെ, അപ്പോൾ ഈ 375 എന്ന് പറയുന്നത് 10,000-ൻ്റെ എത്ര ശതമാനം അല്ലേ? ടോട്ടൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്ന് കാണണല്ലേ? എത്ര വരാം? 375 by 10,000 into 100. ഓക്കെ, അപ്പോൾ 375 by 100 എത്ര? 3.75 ആണ് നമ്മുടെ എന്ത് ടോട്ടൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അലിഗേറ്റ് ചെയ്യാം. എന്ത് വരും? 15 മൈനസ് 3.75 എന്ന് പറഞ്ഞാൽ വരും 11.25. ഇതെന്ത് വരും? 3.75 മൈനസ് 10 എത്ര? 3.75. ക്ലിയർ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ 13.75 എന്ന് പറയുന്നത് ഇത് ഹോഴ്സ് ആണ്, ഇത് കർവ് ആണ്. ഇവിടെ ഒറ്റ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ 13.75 എന്ന് പറയുന്നത് ഒരു ഹോഴ്സിൻ്റെ വിലയല്ല. എത്ര ഹോഴ്സിൻ്റെ ആണ്? ടോട്ടലാണ്. 5 ഹോഴ്സിൻ്റെതാണ്. ഈ 11.25 എന്ന് പറയുന്നത് ഒരു കൗൻ്റെതല്ല, 10 കൗൻ്റെതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ അതിൽ നമുക്ക് എന്ത് വെച്ച് ക്യാൻസൽ ചെയ്യാം? 125 വെച്ചിട്ട് തന്നെ ക്യാൻസൽ ചെയ്യാം. ഇപ്പം വരും ഇവിടെ 11 ടൈംസ് വരും, ഇവിടെ 9 ടൈംസ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 11 ഹോഴ്സ് ആണ്. ടോട്ടൽ ഹോഴ്സിൻ്റെ വാല്യൂ 11 ആണ്, ടോട്ടൽ കൗവിൻ്റെ വാല്യൂ 9 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20 യൂണിറ്റ് അല്ലേ? ടോട്ടൽ 20 യൂണിറ്റ്. ഈ 10,000 എന്ന് പറയുന്നത് ടോട്ടൽ എത്രയാണ്? 20 യൂണിറ്റിൻ്റെ വാല്യൂ ആണ്. അപ്പം ഹോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 11 യൂണിറ്റ്. ഓക്കെ, ഇത് ടോട്ടൽ ഹോഴ്സ് ആണ്. പക്ഷേ നമുക്ക് ഒരു ഹോഴ്സിൻ്റെ വാല്യൂ കണ്ടാൽ മതി. അപ്പം ടോട്ടൽ 5 ഹോഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഹോഴ്സിൻ്റെ വില കാണണമെങ്കിൽ ബൈ 5 ചെയ്യാം. ഓക്കെ, 20 × 5 എന്ന് പറഞ്ഞാൽ എത്ര? 100 ആണ്. അപ്പോൾ 100ഉം ഈ 2 0 ക്യാൻസൽ ആയി അല്ലേ? 20 × 5 എന്ന് പറഞ്ഞാൽ 100 അല്ലേ? ഒരു സ്റ്റെപ്പ് കൂടി ചെയ്താൽ ഈ 2 0 ക്യാൻസൽ ആയി. 11 × 100 ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ 125 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ആയിട്ട് എത്ര വരാം? 25 യൂണിറ്റ് ആണ് 10,000. 25 യൂണിറ്റ് ആണ് 10,000. അപ്പോൾ ഒരു യൂണിറ്റ് എത്ര കിട്ടും? 400 കിട്ടും. എന്നിട്ട് അതിൽ നിങ്ങൾ 13.75 × 400/5 ചെയ്താലും മതി. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇതാണ് അലിഗേഷൻ. ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. ഇവിടെ ടോട്ടൽ ഹോഴ്സിൻ്റെ വില ആണ്, ഇവിടെ ടോട്ടൽ കൗവിൻ്റെ വില ആണ്. അപ്പോൾ ഒന്നിനെ വേണമെങ്കിൽ ബൈ 5 ചെയ്യണം. അത് മാത്രമേ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങളതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കൺസെപ്റ്റാണ്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ എന്തായിരിക്കും? ഡിസോണസ്റ്റ് ഡീലറാണ്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് ഡിസോണസ്റ്റ് ഡീലർ. പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിച്ചവർക്കറിയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഡിസോണസ്റ്റ് ഡീലറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു കംപ്ലീറ്റ് മാത്സ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് അരിത്മെറ്റിക് പ്ലസ് അഡ്വാൻസ് കോഴ്സാണ്. ഓക്കെ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കമൻറ്റിൽ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞാൻ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.